Which of the following provisions of the Constitution of India was given immediate effect from November 26, 1949? നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ ഡിഗ്രി ലെവൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. ഇത് നമ്മള് LST സെക്രട്ടറി പരീക്ഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് പോവുകയാണ്. അവിടെ ടോപ്പിക്കിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടാണ് ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. എന്താണ്? കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി എന്നുള്ള ടോപ്പിക്കാണ് അല്ലെ. PSC പരീക്ഷകളിൽ വർഷങ്ങളായിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി എന്ന് പറയുന്നത്. സോ ആ ഒരു ടോപ്പിക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ 2 പേപ്പറിലായിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. കാരണം നമ്മള് എൻട്രിയുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിക്കോട്ടെ, മറ്റു നോട്ടിഫിക്കേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം നമ്മുടെ ഈ ഒരു ചാനലിലായിരിക്കും വരുന്നത്. സോ എന്താണ്, മെയിൻ ചാനൽ ഫോളോ ചെയ്യുന്നവരോ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡിഗ്രി ലെവൽ കണ്ടന്റിന് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനലിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മള് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി എന്നുള്ള ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞു തരാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം കേട്ടോ. അപ്പൊ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, ആദ്യം നിങ്ങൾ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയുടെ സിലബസ് ഒന്ന് നോക്കിക്കേ. ഇന്ത്യൻ പൊളിറ്റി നമുക്കറിയാം 15 മാർക്കിനാണ് ഇന്ത്യൻ പൊളിറ്റി ചോദിച്ചിട്ടുള്ളത്, സിലബസ് തന്നിട്ടുള്ളത്. അവിടെ നമുക്ക് ഏത് ടോപ്പിക് ഉണ്ട്? കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി എന്നുള്ള ടോപ്പിക് അവിടെ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 15 മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ചോദ്യങ്ങള് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും പ്രതീക്ഷിക്കാം. തീർച്ചയായും അവിടെ നിന്നും 1-2 ചോദ്യങ്ങള് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയുമായി റിലേറ്റ് ചെയ്ത് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്ന അടുത്ത ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് പേപ്പറിനും പ്രിപ്പയർ ചെയ്യുന്നവരല്ലേ, അവിടെയും നമുക്ക് എന്തുണ്ട്? ആദ്യത്തെ ടോപ്പിക് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി പഠിക്കാനായിട്ടുണ്ടല്ലേ. അപ്പൊ നോക്കിക്കേ, ഒരു 30 മാർക്കിനുള്ള പ്രിപ്പറേഷന്റെ ആ ഒരു ഘട്ടത്തില് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ ആ 2 സബ്ജക്റ്റുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നാൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള മിക്ക ടോപ്പിക്സും നമുക്ക് ഇന്ത്യൻ പൊളിറ്റിക്കകത്ത് മിക്ക ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സിലബസ് കുറച്ച് വാസ്റ്റ് ആണ്. പക്ഷേ ഇന്ത്യൻ പൊളിറ്റിയുടെ സിലബസ് കാണുമ്പോൾ ഷോർട്ട് ആണെങ്കിലും അതിനകത്ത് നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. 15 മാർക്കിനുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നല്ലതുപോലെ പഠിക്കണമല്ലോ. അപ്പോൾ അതിനകത്തുള്ള കണ്ടന്റ്സും കാര്യങ്ങളും ഒക്കെ ഓൾമോസ്റ്റ് 2 സബ്ജക്റ്റിലും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പഠിക്കുന്നത് വഴി 2 സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ആ മാർക്ക് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി എന്നുള്ള ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് മുൻ വർഷങ്ങളിൽ UPSCയിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് നമ്മള് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി എന്നുള്ള ടോപ്പിക്സ് നമ്മൾ കുറച്ചൊന്ന് പഠിക്കുകയും ചെയ്യുന്നതായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക, ഷോർട്ട് നോട്ട്സ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കുക, ശേഷം ആ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട്, ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കുക കേട്ടോ. നിങ്ങളുടെ ആ ഒരു എന്താണ് പഠനത്തിന്റെ ആ ഒരു ലെവൽ എന്താണെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് അത് ഉപകരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്. നോക്കിക്കേ, 4 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോണേ, 4 സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് വായിച്ചു നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്:
കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ കോമ്പോസിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആ ഒരു രൂപീകരണവുമായി ബന്ധപ്പെട്ട്, ആ ഒരു കോമ്പോസിഷനുമായി ബന്ധപ്പെട്ട് 4 സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് അത് കൺസിഡർ ചെയ്തിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റേറ്റ്മെന്റ് വായിക്കട്ടെ, ശ്രദ്ധിച്ച് കേട്ടോണേ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് the representatives were to be elected from the 4 communities, that is Hindu, Muslim, Sikh and Christian. എന്താണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്കുള്ള റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 4 കമ്മ്യൂണിറ്റികളിൽ നിന്നാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഏതൊക്കെ കമ്മ്യൂണിറ്റീസിനെയാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഹിന്ദു പറയുന്നു, മുസ്ലിം പറയുന്നു, സിഖ് പറയുന്നു, ക്രിസ്ത്യൻ പറയുന്നു. അപ്പൊ ഈ 4 കമ്മ്യൂണിറ്റികളിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് ആൾക്കാരെ എടുത്തിട്ടുള്ളത്, റെപ്രസെന്റേറ്റീവ്സിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്, എലക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ പഠിച്ച കാര്യം വെച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അത് ശരിയാണോ? ഓക്കെ, നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം, ബാക്കി കൂടി നമുക്ക് വായിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ദ ചെയർമാൻ ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി വാസ് സർദാർ വല്ലഭായ് പട്ടേൽ. എന്താണ്? യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 22ഓളം കമ്മിറ്റികൾ, 8 മേജർ കമ്മിറ്റികളും മറ്റ് മൈനർ കമ്മിറ്റികളൊക്കെ ആയിട്ട് ഒരുപാട് കമ്മിറ്റികൾ അവിടെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ടീമായിട്ട് തിരിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി, അല്ലെ? അതിനകത്ത് ഒരു കമ്മിറ്റിയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ് പറയുന്നത്. അത് നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ ആണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പഠിച്ചവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലോട്ടൊന്ന് വന്നേ. എന്താ പറയുന്നത്? The total strength of the Constituent Assembly was 389. ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 389 ആണ് എന്ന് പറയുന്നു. ശരിയാണോ തെറ്റാണോ? ആലോചിച്ചു നോക്കിക്കേ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടി ഒന്ന് വായിക്കുക. എന്താ പറയുന്നത്? The drafting committee under the chairmanship of Dr. B.R. Ambedkar consisted of 8 members. 8 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഡോക്ടർ B.R. അംബേദ്കറിന്റെ ചെയർമാൻഷിപ്പിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. സോ ഇതാണ് 4 സ്റ്റേറ്റ്മെന്റുകൾ. ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും നമുക്ക് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. നമുക്ക് പറയാം എങ്ങനെയാണ് അതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ളതൊന്ന് പറഞ്ഞാലോ. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ദ റെപ്രസെന്റേറ്റീവ്സ് വെയർ ടു ബി എലക്ടഡ് ഫ്രം ദ 4 കമ്മ്യൂണിറ്റീസ് എന്നാണ് പറയുന്നത്. ഹിന്ദു, മുസ്ലിം, സിഖ് ആൻഡ് ക്രിസ്ത്യൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിച്ചോർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെ സീറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? 3 പ്രിൻസിപ്പൽ കമ്മ്യൂണിറ്റീസിനെ വെച്ചുകൊണ്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്കുള്ള സീറ്റ് അലോക്കേഷൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ആ ഒരു കമ്മ്യൂണിറ്റീസിനെ 3 ആയിട്ടായിരുന്നു സ്പ്ലിറ്റ് ചെയ്തിരുന്നത്. 3 എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒന്ന് എന്താണ്? മുസ്ലിം ആണ്, അല്ലേ? 2 എന്താണ്? സിഖ് ആണ്. ആൻഡ് മൂന്നാമത്തെ കാറ്റഗറി ആണ് എന്ത്? ജനറൽ കാറ്റഗറി. ഓക്കെ, ഈ ജനറൽ കാറ്റഗറിയിലാണ് ഈ മുസ്ലിമും സിഖും അല്ലാത്ത ബാക്കിയുള്ള മതവിഭാഗങ്ങളെല്ലാം, അതായത് ഹിന്ദുസ് ഉൾപ്പെടെ ഉൾപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? എങ്ങനെയാണ്? ഇവിടെ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു 3
പ്രിൻസിപ്പൽ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിലായിട്ടായിരുന്നു അവിടെ എലക്ഷൻ നടന്നിരുന്നത്. ഏതൊക്കെയാണ്? മുസ്ലിം, സിഖ്, ജനറല്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി, തെറ്റാണെന്ന് മനസ്സിലായി അല്ലെ. അപ്പൊ റെപ്രസെന്റേറ്റീവ്സ് വേർ ടു ബി എലക്ടഡ് ഫ്രം ദ 4 കമ്മ്യൂണിറ്റീസ് എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഓക്കെ, അവിടെ ആ ഒരു കമ്മ്യൂണിറ്റി സ്പ്ലിറ്റിംഗ് എങ്ങനെയാ വന്നത്? മുസ്ലിം, സിഖ്, ജനറൽ. ഒന്ന് പറഞ്ഞേ, മുസ്ലിം, സിഖ്, ജനറൽ. MSG, മുസ്ലിം, സിഖ്, ജനറൽ. ഈ ഹിന്ദുസ് ഒക്കെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു? ഈ ജനറൽ കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായി. ഇനി അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക. ദ ചെയർമാൻ ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്ന് പറയുന്നു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആണ്. നമുക്ക് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ട്, പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ട്, അങ്ങനെ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന കേസസ് എന്തൊക്കെയാണ്? മേജർ കമ്മിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അല്ല. ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ജവഹർലാൽ നെഹ്റുവിന്റെ ചെയർമാൻ ആയിട്ടുള്ള കമ്മിറ്റികൾ ഏതൊക്കെയാണ്? യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? യൂണിയൻ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാനും ജവഹർലാൽ നെഹ്റു ആണ്. അങ്ങനെയാണെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ ചെയർമാൻ ആയിട്ടുള്ള ആ ഒരു കമ്മിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് പോലെ തന്നെ അതുമായിട്ട് സാമ്യതയുള്ള ഒരു പേരാണ് എന്ത്? പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. പ്രൊവിൻഷണൽ, ഓക്കെ, പ്രൊവിൻഷ്യൽ അല്ല, പ്രൊവിൻഷ്യൽ. ഓക്കെ, പ്രൊവിൻഷ്യൽ. ഓക്കെ, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ട്. അതുപോലെ തന്നെയാണ് ഏത് കമ്മിറ്റി ഉള്ളത്? നമ്മുടെ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്മിറ്റിയുടെ പേര് പഠിക്കത്തില്ലേ നമ്മൾ? അഡ്വൈസറി കമ്മിറ്റി ഓൺ കോമേറ്റ് പറയത്തില്ലേ? എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ്, ട്രൈബൽ ഏരിയാസ്, എക്സ്ക്ലൂഡഡ് ഏരിയാസ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഇല്ലേ? അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഉള്ള മേജർ കമ്മിറ്റി ഇല്ലേ? ആ കമ്മിറ്റിയുടെ ചെയർമാനും ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അപ്പോ ഇവിടുത്തെ നമ്മൾ ആൻസർ എന്താണ്? ഇതും തെറ്റാണ്. കാരണം യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആണ് ചോദ്യമെങ്കിൽ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇനി ഇവിടെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആയിരുന്നു എങ്കിൽ ഉത്തരം എങ്ങനെ വന്നേനെ? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് വന്നേനെ. സോ ഇവിടെ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണെന്ന് മനസ്സിലായി? തെറ്റാണെന്ന് മനസ്സിലായി. ഇനി ഇതാ നോക്കിക്കേ, ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എങ്ങനെ ആയിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ പഠിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു സ്ലൈഡിലോട്ടൊന്ന് പറഞ്ഞു തരാം. മൊത്തത്തില് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ എന്ന് പറയുന്നത് 389 പേരാണ്. ശ്രദ്ധിച്ചോണേ, 389 പേരാണ് ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണ്? 389 ആണ്. അതിനകത്ത് 296 പേര് എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ള എത്ര പേരാണ്? 296. ബാക്കി ഒരു 93 പേര് എവിടെ നിന്നാണ്? പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നാണ്, നാട്ടുരാജ്യങ്ങളിൽ നിന്നാണ്. ഓക്കെ, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അഥവാ നാട്ടുരാജ്യങ്ങളിൽ നിന്നാണ് 93 പേര് വരുന്നത്. ഓക്കെ, അപ്പൊ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്ന് എത്ര പേരുണ്ട്? 93 പേരുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും 296 പേര്. അങ്ങനെയാണ് മൊത്തത്തിൽ 389 എന്നുള്ള നമ്പറിലേക്ക് പോകുന്നത്. ഇനി ഈ 296 നമുക്ക് സ്പ്ലിറ്റിംഗ് പറയാലോ. ഇതില് 292 പേരെന്ന് പറയുന്നത് ഗവർണർമാരുടെ പ്രൊവിൻസുകളിൽ നിന്നാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ ഗവർണർമാരുടെ പ്രൊവിൻസുകളും ഉണ്ട്, അതുപോലെ തന്നെ
ചീഫ് കമ്മീഷണർമാരുടെ പ്രൊവിൻസുകളും ഉണ്ട് അല്ലെ, ചീഫ് കമ്മീഷണർമാരുടെ പ്രൊവിൻസുകളും ഉണ്ട്. അപ്പൊ ഈ ഗവർണർമാരുടെ 11 ഗവർണർമാരുടെ പ്രൊവിൻസുകളിൽ നിന്നായിട്ടാണ് 292 പേര് വരുന്നത്. 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രൊവിൻസുകളിൽ നിന്നായിട്ട് 4 പേര്. അങ്ങനെയാണ് ഇവിടെ 296 എന്നുള്ള നമ്പറിലേക്ക് നമ്മൾ എത്തുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 389 ആണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജനത്തിന് മുമ്പുള്ള നമ്പർ ആണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കുമ്പോൾ ഉള്ള നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 389 ആണ്. 389 ആണ്. അതില് 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും 93 പേര് പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ നിന്നുമാണ്. ഇനി ഈ ബ്രിട്ടീഷ് ഇന്ത്യ തന്നെ രണ്ടായിട്ട് വിഭജിക്കാം. ഗവർണർമാരുടെ പ്രൊവിൻസുകളും ഉണ്ട്, ചീഫ് കമ്മീഷണർമാരുടെ പ്രൊവിൻസുകളും ഉണ്ട്. ഗവർണർമാരുടെ പ്രൊവിൻസുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് വളരെ വലുതാണ് ആസ് കമ്പയർഡ് ടു ചീഫ് കമ്മീഷണർമാരുടെ പ്രൊവിൻസുകൾ. ഓക്കെ, അപ്പൊ 11 ഗവർണർമാരുടെ പ്രൊവിൻസുകളിൽ നിന്നായിട്ട് 292 പേരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉള്ളത്. അതുപോലെ തന്നെ 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രൊവിൻസുകളിൽ നിന്ന് ഓരോരുത്തർ വീതം 4 പേരാണ് എവിടെ ഉണ്ടായിരുന്നത്? ഈ ചീഫ് കമ്മീഷണർമാരുടെ പ്രൊവിൻസുകളിൽ നിന്ന് ഉണ്ടായിരുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് 389 എന്നാണ്. സോ അത് നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നു അല്ലെ, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത ഒരു കേസിലേക്ക് വന്നേ. 4ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻ ഓഫ് ഡോക്ടർ BR അംബേദ്കർ കൺസിസ്റ്റഡ് ഓഫ് 8 മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. 8 അംഗങ്ങളായിരുന്നോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പഠിക്കുന്ന സമയത്ത് പറയുന്നതാണ് ചെയർമാൻ ഉൾപ്പെടെ മൊത്തത്തില് 7 അംഗങ്ങളാണ് എവിടെ ഉള്ളത്? ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ളത്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ്? തെറ്റാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നു അല്ലെ. അപ്പം ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട നമ്പർ എത്രയാണ്? 7 ആണ്. അപ്പൊ അവിടെ നമുക്കറിയാം ആ 7 പേരുടെ പേരുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലെ 7 പേരുടെ പേരുകൾ നമുക്കൊന്ന് പറഞ്ഞാലോ? ആദ്യത്തെ ആള് നമ്മുടെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ ആണ്. പിന്നെ കൃഷ്ണനും ഗോപാലസ്വാമിയൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. എന്താണ്? രണ്ടാമത്തെ ആളെ നമുക്ക് N ഗോപാലസ്വാമി അയ്യങ്കാർ ആണ്. N ഗോപാലസ്വാമി അയ്യങ്കാർ. പിന്നെ നമുക്ക് കൃഷ്ണൻ, ഗോപാലൻ കഴിഞ്ഞാൽ കൃഷ്ണൻ. ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. പിന്നെ മുൻഷി ഓർക്കുക. ആരാണ്? ഡോക്ടർ KM മുൻഷി. KM മുൻഷി കഴിഞ്ഞ ഒരു മുസ്ലിം പേര് ഓർത്ത് വെച്ചിരിക്കുക, സയ്യിദ് മുഹമ്മദ് സാദുള്ള. ഒന്ന് പറഞ്ഞേ, സയ്യിദ് മുഹമ്മദ് സാദുള്ള. ഒറ്റ പേരാണ്, സയ്യിദ് മുഹമ്മദ് സാദുള്ള. പിന്നെ 5 പേര് കഴിഞ്ഞാൽ അടുത്ത 2 പേരിനകത്താണ് ചില ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്. രൂപീകരിച്ച സമയത്ത് ഉണ്ടായിരുന്ന 2 പേരെന്ന് പറയുന്നത് ഒന്ന് മിത്തർ. ഓക്കെ, മിച്ചർ അല്ല, മിത്തർ. ഓക്കെ, രണ്ടാമത്തെ ആൾ ആരാണ്? ഖൈത്താൻ. ചെകുത്താൻ അല്ല, ഖൈത്താൻ. ഓക്കെ, ഒന്ന് മിച്ചറാണോ? അല്ല, മിത്തർ. മിത്തർ. ഓക്കെ, രണ്ടാമത്തെ ആൾ ആരാണ്? ചെകുത്താനാണോ? അല്ല, ഖൈത്താൻ. TP ഖൈത്താൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഈ മിത്തർ ഉണ്ടല്ലോ, ഈ മിത്തറിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്നും രാജിവെക്കുകയുണ്ടായി, റിസൈൻ ചെയ്യുകയുണ്ടായി. ആര്? ഈ മിത്തർ. അപ്പൊ ഈ മിത്തറിന് പകരമായിട്ട് M വെച്ച് തന്നെ പേരുള്ള വേറൊരാള് പകരക്കാരനായിട്ട് വന്നു. ആരായിരുന്നു? മാധവറാവു ആണ് അല്ലെ. N മാധവറാവു ആണ് മിത്തറിന് പകരമായിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് രണ്ടാമതായിട്ട് വന്ന ഒരാള്. പിന്നെ ഈ ഖൈത്താൻ എന്ത് ചെയ്തു? ഖൈത്താൻ മരിച്ചുപോയി, മരണപ്പെട്ടു 1948 ഒക്കെ ആയപ്പോഴത്തേക്കും. അപ്പൊ അദ്ദേഹത്തിന് പകരമായിട്ട് കൃഷ്ണനുമായിട്ട് പേര് സാമ്യമുള്ള TT കൃഷ്ണമാചാരി എന്ത് ചെയ്യുകയുണ്ടായി? ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് വരികയുണ്ടായി. അപ്പൊ ആ 7 പേരുടെ പേര് നമ്മൾ പഠിക്കുമ്പോൾ അവസാനത്തെ ഈ 2 പേരുടെ കാര്യത്തിനകത്ത് അവസാന സമയമായപ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു കേസിൽ നമുക്ക് പറയേണ്ടത്. അവിടെ ഓർത്തിരിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. 8 6 ഒന്നും പഠിച്ചിട്ട് പോകരുത്, അവിടെ കൺഫ്യൂഷൻ വരരുത്. നമ്മൾ മൊത്തത്തിലുള്ള നമ്പറാണ് പഠിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്
മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, 3 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേട്ടോണേ. ദാ which of the following provisions of the Constitution of India was given immediate effect from November 26, 1949? Okay, options നമുക്കൊന്ന് നോക്കാം. സിറ്റിസൺഷിപ്പ്, എമർജൻസി പ്രൊവിഷൻസ്, എലക്ഷൻസ്, ഫെഡറൽ സിസ്റ്റം. ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ കോഡ്സ് ഗിവൺ ബിലോ. കോഡ് ദാ ഇതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിന്നും എന്താണ് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിലവിൽ വന്ന കുറച്ച് വ്യവസ്ഥകളാണ് ഇതിനകത്ത് ഓപ്ഷൻസിനകത്തുള്ളത്. അതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, പഠിച്ചിരിക്കേണ്ടുന്ന കാര്യം, ചില വ്യവസ്ഥകൾ, നമ്മളെ ഭരണഘടനയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അതിനകത്ത് ചില വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ഭരണഘടന അംഗീകരിച്ച സമയം തന്നെ എന്ത് ചെയ്യുകയുണ്ടായി? നിലവിൽ വരികയുണ്ടായി. അപ്പൊ ഭരണഘടന അംഗീകരിച്ച ഡേറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്ന നവംബർ 26 അല്ലെ. 1949 നവംബർ 26 എന്ന് പറയുന്നത് ഭരണഘടന അംഗീകരിച്ച, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുകയുണ്ടായി? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിക്കുകയുണ്ടായി അല്ലെ. അപ്പൊ ആ അംഗീകരിച്ച ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള 1949 നവംബർ മാസം 26 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ചില വ്യവസ്ഥകൾ എന്ത് ചെയ്യും? ഭരണഘടന അംഗീകരിച്ച സമയം തന്നെ, അതായത് ഈ ഒരു 1949 നവംബർ 26 തന്നെ എന്ത് ചെയ്യുകയുണ്ടായി? നിലവിൽ വരികയുണ്ടായി. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, സിറ്റിസൺഷിപ്പ് ആണ്, അഥവാ പൗരത്വമാണ് അല്ലെ. സിറ്റിസൺഷിപ്പ് ആ ഒരു ഡേറ്റിൽ തന്നെ, അഡോപ്റ്റ് ചെയ്ത ഡേറ്റിൽ തന്നെ നിലവിൽ വന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെയാണ് എലക്ഷൻ. ഓക്കെ, എലക്ഷനും എന്താണ്? ഈ ഒരു ഡേറ്റിൽ തന്നെ നിലവിൽ വന്നതായിട്ട് എന്ത് ചെയ്യുകയുണ്ടായി? കണക്കാക്കുകയുണ്ടായി. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്നാണ് നിലവിൽ വരുന്നത്? അത് ഭരണഘടന നിലവിൽ വന്ന ഡേറ്റിലാണ്. എന്നാണ് ഭരണഘടന നിലവിൽ വരുന്നത്? അത് 1950 ജനുവരി മാസം 26-ാം തീയതിയാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. സോ ആ ഡേറ്റിലാണ് ഭരണഘടനയിലുള്ള ബാക്കി വ്യവസ്ഥകളെല്ലാം നിലവിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിറ്റിസൺഷിപ്പും എലക്ഷനും മാത്രമാണോ ഈ ഡേറ്റിൽ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ഉത്തരം അല്ല എന്നാണ്. കാരണം വേറെയും ചില അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ എന്താണ് സാധാരണ രീതിയിൽ യൂസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ, ഒന്ന് പ്രൊവിഷണൽ പാർലമെന്റ്, താൽക്കാലിക പാർലമെന്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ താൽക്കാലിക വ്യവസ്ഥകള്, ടെമ്പററി പ്രൊവിഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന കോണ്ടൻസ് എന്ന് പറയുന്നത് ഒന്ന് സിറ്റിസൺഷിപ്പ്, രണ്ട് എലക്ഷൻ ആണ്. ഓക്കെ, അപ്പം ആ ഒരു അഡോപ്റ്റ് ചെയ്ത ഡേറ്റിൽ തന്നെ നിലവിൽ വന്ന വ്യവസ്ഥകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്ന് പറയും സിറ്റിസൺഷിപ്പ് ആണ്, അടുത്തത് എന്ത് പറയും? എലക്ഷൻ ആണ്. ബാക്കി ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന രണ്ടും പിന്നീട് ഭരണഘടന നിലവിൽ വന്ന ശേഷമാണ് എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതായിരിക്കും? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. 1 and 3 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഓക്കെ ആണെന്ന് കരുതുന്നു. എങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. What was the procedure followed for the adoption of the Constitution of India? Indian Constitution അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്ത പ്രൊസീജിയർ എന്തായിരുന്നു മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതോ ഒരെണ്ണമാണ് ആ ഒരു പ്രൊസീജിയർ ആയിട്ട് വരുന്നത്. ദാ ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കണേ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് it was submitted to the people of India for ratification. എന്താണ്? ഈ ഒരു ഭരണഘടന അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് സമർപ്പിക്കുകയുണ്ടായി, സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അങ്ങനെയാണോ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്? രണ്ടാമത്തെ കണ്ടീഷൻ,
It was submitted to the Governor General for his assent. എന്താണ് ഇത്? ഗവർണർ ജനറലിന്റെ അനുമതിക്ക് വേണ്ടിയിട്ട് ഗവർണർ ജനറലിന് സബ്മിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ നമ്മൾ പഠിക്കുന്നത്? മൂന്നാമത്തേത് നോക്കിക്കേ. It was adopted when the interim government approved it. നമുക്കറിയാം ഇതിനിടയ്ക്ക് ഒരു ഇടക്കാല സർക്കാർ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഈ ഇടക്കാല സർക്കാരാണ് ഇത് അപ്രൂവ് ചെയ്തതിന് ശേഷമാണത് അംഗീകരിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൂടി നമുക്കൊന്ന് വായിക്കാം. എന്താണ്? It was adopted when it received the signature of the president and the members of the constituent assembly. ഇത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള പ്രസിഡന്റിന്റെയും മറ്റ് അംഗങ്ങളും ഒപ്പുവെക്കുന്നതോടുകൂടിയാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് എന്ന് പറയുന്നു. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നത്? ഇതിന്റെ ആൻസർ ആയിട്ട് തോന്നുന്നത് ഏതാണ്? ഞാൻ പറയട്ടെ, ഏതാ നിങ്ങൾക്ക് തോന്നിയതെന്ന് പറയട്ടെ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ? നമുക്കറിയാം ഇത് എന്താണ്? ജനങ്ങളാണോ ഇത് അംഗീകരിച്ച് ഒപ്പുവെക്കുന്നത്? അല്ല. ഗവർണർ ജനറൽ ആണോ? അല്ല. ഇന്ററിം ഗവൺമെന്റ് ആണോ? അല്ല. ഇത് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ ഒരു കരട് തയ്യാറാക്കി എല്ലാം സമർപ്പിച്ച് എല്ലാം ഫസ്റ്റ് റീഡിങ്ങും സെക്കൻഡ് റീഡിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുകയാണ്? അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് സമർപ്പിക്കുകയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള നമ്മുടെ പ്രസിഡന്റും മറ്റ് അംഗങ്ങളും ഒക്കെ ഒപ്പുവെക്കുന്നതോടുകൂടിയാണ് ഭരണഘടന എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത് അല്ലേ? അപ്പോ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇറ്റ് വാസ് അഡോപ്റ്റഡ് when it received the signature of the president and the members of the constituent assembly. ഓക്കെ ആണോ? സെറ്റ് ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല, ആകെ 2 സ്റ്റേറ്റ്മെന്റുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് എലക്ടഡ് ആസ് ദ പ്രൊവിഷണൽ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് HC മുഖർജി വാസ് എലക്ടഡ് ആസ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നു. ഇതിനകത്ത് എന്താണ് ശരിയായിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും? 1 മാത്രമാണോ? 2 മാത്രമാണോ? അതോ 2ഉം ശരിയാണോ? അല്ലെങ്കിൽ 2ഉം തെറ്റാണോ? എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കറിയാം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്ന് പറയും. നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ചതിന് ശേഷം അതിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നു. സമ്മേളനം നടക്കുമ്പോൾ അതിനകത്ത് അധ്യക്ഷത വഹിക്കണമല്ലോ. അപ്പൊ അവിടെ ഇലക്ഷൻ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തിയെ അവിടുത്തെ ടെമ്പററി പ്രസിഡന്റ് ആയിട്ട്, ഒരു താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിക്കുകയുണ്ടായി. അത് ആരായിരുന്നു? വേറെ ആരുമല്ല, അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു അല്ലെ? അപ്പോ ഇനി സച്ചിദാനന്ദ സിൻഹ അല്ലാതെ നമ്മൾ അവിടെ പഠിച്ചിരിക്കേണ്ട ബാക്കി പേരുകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, BN റാവുവിന്റെ പേര് പഠിക്കണം. BN റാവു ആരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള ലീഗൽ അഡ്വൈസർ ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആണ്. ആര്? BN റാവു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സച്ചിദാനന്ദ സിൻഹ ആരാണ്? ടെമ്പററി പ്രസിഡന്റ് ആണ്. BN റാവു ആരാണ്? അത് ലീഗൽ അഡ്വൈസർ ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആണ്. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സെക്രട്ടറി ആരായിരുന്നു? സെക്രട്ടറി അത് HBR അയ്യങ്കാർ ആയിരുന്നു. ആരായിരുന്നു? HBR അയ്യങ്കാർ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 പേരുകളുണ്ട്. ഒന്ന് HC മുഖർജി ഉണ്ട്, 2 SN മുഖർജി ഉണ്ട്. മാറിപ്പോകരുത് മക്കളെ, ശ്രദ്ധിച്ചു കേട്ടോണം. SN മുഖർജി എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമോ? അത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആണ്. ഓക്കെ, ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആണ് ആര്? SN മുഖർജി. ഈ HC മുഖർജി ആരാണെന്ന് ചോദിച്ചാൽ HC മുഖർജി ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? HC ആണ് വൈസ് പ്രസിഡന്റ്. SN ആരാണ്? ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ പെർമനന്റ് പ്രസിഡന്റ് ആരായിരുന്നു? താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയാണ്. പെർമനന്റ് ആയിട്ടുള്ള സ്ഥിര അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണെന്ന് അറിയാലോ? ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒറിജിനൽ വെർഷൻ എഴുതി തയ്യാറാക്കിയത് അല്ലെങ്കിൽ അതിന്റെ കാലിഗ്രാഫർ ആരാണെന്ന് ചോദിച്ചാൽ
ആരാണ്? അത് പ്രേം ബിഹാരി നരേൻ റൈസാദയാണ്. ഒറ്റ ആളാണ് പ്രേം ബിഹാരി നരേൻ റൈസാദ. ഓക്കെ, അപ്പൊ ആ പേരുകളൊക്കെ നമുക്ക് ഇവിടെ ഓർത്ത് വെച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ഇതിനകത്ത് നിന്നും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്ന് നമുക്ക് ആൻസർ കിട്ടുകയുണ്ടായി. സോ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ആണ്. ഓക്കെ, അപ്പൊ ഈ വ്യക്തികളുടെ പേരും അവര് വഹിച്ച ആ ഒരു പൊസിഷനും നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. സച്ചിദാനന്ദ സിൻഹ ടെമ്പററി പ്രസിഡന്റ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പെർമനന്റ് പ്രസിഡന്റ്, BN റാവു ആണ് ലീഗൽ അഡ്വൈസർ, HVR അയ്യങ്കാർ സെക്രട്ടറി ആണ്, SN മുഖർജി ചീഫ് ഡ്രാഫ്റ്റ്മാൻ ആണെങ്കിൽ HC മുഖർജി ആണ് വൈസ് പ്രസിഡന്റ്, പ്രേം ബിഹാരി നരേൻ റൈസാദയാണ് കാലിഗ്രാഫർ. പിന്നെ ആരുടെ ആയിരുന്നു? ഇത്രയേ ഉള്ളല്ലോ. അപ്പൊ ഇത് ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പേരുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ഇതാണ്. Who among the following moved the objective resolution in the Constituent Assembly? Constituent Assemblyയില് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻസില് BN റാവു ഉണ്ട്, BR അംബേദ്കർ ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, രാജേന്ദ്ര പ്രസാദ് ഉണ്ട്. ഇതിൽ ആരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയില് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത്? 1946 ഡിസംബർ മാസം 13-ാം തീയതിയാണ് അല്ലെ? 1946 ഡിസംബർ മാസം 13-ാം തീയതിയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയില് ആര്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് 1947 ജനുവരി മാസം 22-ാം തീയതി ഇതിനെ ആമുഖമായിട്ട് അംഗീകരിക്കുകയുണ്ടായി. ഭരണഘടനയുടെ ആമുഖമായിട്ട് അംഗീകരിക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോ ഹൂ എമംഗ് ദ ഫോളോയിങ് മൂവ് ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ആൻസർ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ? പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആകുന്നുണ്ടോ? ഇനി നമ്മൾ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമുക്ക് ഇവിടെ അസേർഷൻ ആൻഡ് റീസൺ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ അസേർഷൻ ആൻഡ് റീസൺ തരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ 2 അസേർഷനും തരും, റീസണും തരും. ഇതിനകത്ത് 2 സ്റ്റേറ്റ്മെന്റുകളായിരിക്കും തരുന്നത്. അപ്പം ഇത് രണ്ടും ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ വേറെ ഒന്നും ഇപ്പൊ ചിന്തിക്കേണ്ട. ഇതില് 2 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ ഒന്നെങ്കിൽ രണ്ടും ശരിയായിരിക്കും, അല്ലെങ്കിൽ രണ്ടും തെറ്റാണോ, ഇത് ആദ്യമേ മനസ്സിലാക്കി എടുക്കണം. ഇതാണ് നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ അസേർഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. The Constituent Assembly of 1946 was not elected on the basis of universal adult franchise. എന്താണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്കുള്ള വ്യക്തികളെ തെരഞ്ഞെടുത്തതെന്നാണ് അസേർഷൻ പറയുന്നത്. റീസൺ പറയുന്നു, the Constituent Assembly was constituted under the scheme formulated by the Cabinet Mission Plan. Cabinet Mission Plan മുന്നോട്ട് വെച്ച സ്കീം അനുസരിച്ചിട്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ചത് എന്ന് പറയുന്നു. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടുന്ന മെത്തേഡ് എന്തായിരുന്നു? ഇത് രണ്ടും സ്റ്റേറ്റ്മെന്റുകൾ രണ്ടും ശരിയാണോ അതോ ഇതിലേതെങ്കിലും തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? Constituent Assembly of 1946 was not elected on the basis of universal adult franchise. അതിന്റെ അടിസ്ഥാനത്തിലാണോ തെരഞ്ഞെടുത്തത്? അല്ല. നമുക്കറിയാം ഇവിടെ എലക്ഷൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കേസിലാണ് അവിടെ എലക്ഷൻ നടക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആ ഒരു സീറ്റുകളിലേക്കാണ് അവിടെ എലക്ഷൻ നടക്കുന്നത്. നാട്ടുരാജ്യങ്ങളിൽ അവിടെ എന്താണ്? ഡയറക്റ്റ് നോമിനേഷൻ ആണ്. നാട്ടുരാജാക്കന്മാർ എന്ത് ചെയ്യുകയാണ്? ഡയറക്റ്റ് നോമിനേഷനിലാണ് എന്ത് ചെയ്യുന്നത്? ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ മറ്റടുത്ത് ആ ഒരു എലക്ഷൻ നടന്നെങ്കിൽ തന്നെ അവിടെ ഉള്ള ആ ബ്രിട്ടീഷ് പ്രൊവിൻസുകളിലുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലികളുണ്ട്. ആ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലുള്ള റെപ്രസെന്റേറ്റീവ്സ് ചേർന്നിട്ടാണ് അതിലുള്ള വ്യക്തികളെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് വിടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജനങ്ങൾക്കും പോയി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വരികയല്ല എവിടെ ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ തെരഞ്ഞെടുപ്പിലെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. The Constituent Assembly of 1946 was not elected on the basis of universal adult franchise. ഇനി
റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കുന്നത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചിട്ടാണ്. സോ അതും നമുക്ക് ശരിയാണെന്ന് ആൻസർ കിട്ടി. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റായിരുന്നുവെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നു. ഇത് നോക്കേണ്ട കാര്യം അവിടെ വരുന്നില്ലായിരുന്നു. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് രണ്ടും ശരിയായത് കൊണ്ട് തന്നെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് ഈ രണ്ട് ഓപ്ഷൻസിൽ മാത്രം ഫോക്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മനസ്സിലായി. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സംഭവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ രണ്ടും ശരിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ കാരണമാണോ, ഇതിന്റെ റീസൺ ആണോ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. അതാണ് ചെയ്യേണ്ടത്. ചില കണ്ടീഷൻസില്, ചില ക്വസ്റ്റ്യൻസിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റും ഈ സ്റ്റേറ്റ്മെന്റും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവും കാണത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആ ഒരു ഇലക്ഷന്റെ രീതിയെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ബോത്ത് എ ആൻഡ് ആർ ആർ ഇൻഡിവിജ്വലി ട്രൂ എന്ന് പറഞ്ഞതിന് ശേഷം ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നും കൊടുത്തിട്ടുണ്ട്, ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതോ ഒന്നാണ് നമുക്ക് വേണ്ടുന്നത്, ഇതിൽ ഏതോ ഒന്നാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണോ ഇത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, എയുടെ എക്സ്പ്ലനേഷൻ ആണോ, കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണോ ആർ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ആലോചിച്ച് നോക്കിക്കേ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ അടിസ്ഥാനത്തിലല്ല അവിടെ എലക്ഷൻ നടക്കുന്നത്. പകരം നമ്മുടെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അവതരിപ്പിച്ച അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ മുന്നോട്ട് വെച്ച ആ ഒരു സ്കീം അനുസരിച്ചിട്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് ചെയ്തിട്ടുള്ളത്? രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇവിടെ എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ആർ എന്ന് പറയുന്നത് അല്ലെ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ഇൻഡിവിജ്വലി ട്രൂ. ഇത് രണ്ടും എന്താണ്? ഇൻഡിവിജ്വലി ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ആർ എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പെട്ടെന്ന് ശരിയായിട്ടുള്ള ആൻസറിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ അസേർഷനും റീസണും തന്നാൽ നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ചിലപ്പം നിങ്ങൾ ഇത് അസേർഷൻ റീസൺ കാണുമ്പോൾ അയ്യോ ഇത് എനിക്ക് അറിയത്തില്ല, ഇതെനിക്ക് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ ആ ഒരു ടൈമും കളയും, നിങ്ങളുടെ ആ ഒരു മാർക്കും കൊണ്ട് കളയുകയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം സിമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് ഏത് ഉത്തരം എന്നല്ല, കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അസേർഷനും റീസണും. അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് തന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടുമ്പോഴത്തേക്കും ടെൻഷൻ അടിക്കരുത്. ഇത് സിമ്പിൾ ആണ്. നമുക്ക് ഞാൻ വെറുതെ പറയല്ല, നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു തരത്തിലുള്ള നമുക്കൊരു ഒരു ബോണസ് പോയിന്റ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കാണേണ്ടത്. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ടു ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? ഈ പറഞ്ഞിട്ടുള്ളതിനകത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്കുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറും ലീഗൽ അഡ്വൈസറും സെയിം ആണ്. സോ ആരായിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ലീഗൽ അഡ്വൈസർ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് നോക്കാം. ഡോക്ടർ ബി ആർ അംബേദ്കർ, കെ എം മുൻഷി, സർ ബി എൻ റാവു, ടി ടി കൃഷ്ണമാചാരി. ഇതിൽ ആരാണ് നമ്മുടെ ലീഗൽ അഡ്വൈസർ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഈ ക്ലാസ്സിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്ന് പറയുന്നത് സർ ബി എൻ റാവു ആണ്. ആരാണ്? സർ ബി എൻ റാവു ആണ് ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്ന് പറയുന്നത്. എങ്കിൽ അടുത്ത ചോദ്യം: The members of the Constituent Assembly were directly elected by the people, nominated by the Governor General, elected by the legislatures of various provinces, and nominated by the rulers of the princely states, nominated by the Congress and Muslim League. ഓർത്തിരിക്കുക, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് ചിന്തിച്ചു നോക്കിക്കേ, ഡയറക്ട്ലി എലക്ടഡ് ബൈ ദ പീപ്പിൾ, ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണോ? അങ്ങനെ വന്നവരാണോ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ്? ആൻസർ പറയട്ടെ, ഇത് അല്ല. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ജനങ്ങൾ ഡയറക്റ്റ് തെരഞ്ഞെടുത്തതല്ല,
പകരം എന്താണ്, ഇപ്പൊ നാട്ടുരാജ്യങ്ങളിൽ നിന്നാണെങ്കിൽ അവിടുത്തെ നാട്ടുരാജാക്കന്മാർ എന്ത് ചെയ്യുന്നു, നോമിനേറ്റ് ചെയ്തു. അതുപോലെ തന്നെ പ്രൊവിൻസുകളിൽ നിന്നാണെങ്കിൽ പ്രൊവിൻസുകളിൽ എന്തുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലികളുണ്ട്. ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നുള്ള ആൾക്കാരാണ്, റെപ്രസെന്റേറ്റീവ്സ് ആണ് എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുത്ത് വിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ ഇതൊക്കെ തെറ്റാണ് നമുക്ക് മനസ്സിലാക്കാം. നോമിനേറ്റഡ് ബൈ ദ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ അതും തെറ്റാണ്. നോമിനേറ്റഡ് ബൈ ദ കോൺഗ്രസ് ആൻഡ് മുസ്ലിം ലീഗ് എന്ന് ചോദിച്ചാൽ അതും തെറ്റാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് elected by the legislatures of various provinces and nominated by the rulers of princely states. ഓക്കെ ആണോ, മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ദാ ഇങ്ങനെയായിരുന്നു. രണ്ട് ലിസ്റ്റുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, ആ രണ്ട് ലിസ്റ്റുകൾ തമ്മിൽ മാച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിച്ചോണേ. ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള കമ്മിറ്റികളുടെ പേരാണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ ലിസ്റ്റില് അവിടുത്തെ ചെയർമാന്റെ പേരുകളാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ കമ്മിറ്റികൾ തന്നിട്ടുള്ളതെന്ന് നോക്കാം. എന്താണ്, സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ഉണ്ട്, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി ഉണ്ട്, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ട്. ഇനി ചെയർമാൻമാരുടെ പേരുകൾ കൂടി ഒന്ന് വായിച്ചേ. സർദാർ വല്ലഭായ് പട്ടേല്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, JB കൃപലാനി, ജവഹർലാൽ നെഹ്റു. ഓക്കെ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. നമ്മൾ നേരത്തെ പഠിച്ച ആൾക്കാരുടെ പേരും ഇതിനകത്തുണ്ട്. നമുക്ക് അതൊക്കെ ആദ്യം ഒന്ന് നോക്കാം. നോക്കിക്കേ, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റിൽ വന്നതല്ലേ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മൾ ആരെന്നാണ് പഠിച്ചത്, സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നത്. പക്ഷേ സർദാർ വല്ലഭായ് പട്ടേൽ ആണോ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ? അല്ല. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്, അല്ലെ? അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഇനി ഇതേപോലെ തന്നെ സാമ്യത ഉള്ള ഒരു കമ്മിറ്റിയാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന് പറയുന്നത്, ഈ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ പറയേണ്ട പേരാണ് ആരുടെ പേര്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ ഈ രണ്ട് കമ്മിറ്റികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. നിങ്ങളെ കുഴപ്പിക്കുന്നതിന് വേണ്ടി ഉറപ്പായും കമ്മിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ രണ്ട് കമ്മിറ്റികളുടെ പേര് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയേണ്ടുന്ന പേര് കോൺസ്റ്റിറ്റ്യൂഷൻ, യൂണിയൻ എന്ന വാക്ക് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ജവഹർലാൽ നെഹ്റുവിന്റെ പേര് പറയണം. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്നാണെങ്കിൽ അവിടെ നമ്മൾ പറയേണ്ടുന്ന പേര് ആരുടെ പേരാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരാണ്. ഇനി നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ഉണ്ട്, അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? JB കൃപലാനി ആണ്. ഓക്കെ, JB കൃപലാനി ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത്. എങ്കിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ആരായിരിക്കും? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആരാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പൊ ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ആണെങ്കിൽ JB കൃപലാനി. ഇത് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചതായിരുന്നു. ഓക്കെ, അതുപോലെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആണെങ്കിൽ യൂണിയൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു, പ്രൊവിൻഷ്യൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഏത് കോഡിനകത്താണ് ഇത് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഇതിനകത്ത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, അല്ലെ? ഓപ്ഷൻ എ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ആൻസർ എ ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി ഇതാ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. The Constitution of India as framed by the Constituent Assembly was finally adopted and enacted on. Okay, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ച അല്ലെങ്കിൽ ഫ്രെയിം ചെയ്ത നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അഡോപ്റ്റ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ നോക്കിക്കേ, 1947 ഓഗസ്റ്റ് 15th, 1948 ജനുവരി 13th, 1949 നവംബർ 26th, 1950 ജനുവരി 26th. ഇതിൽ ഏതാണ് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ സാധിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച ഡേറ്റ് ചോദിച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിനകത്തൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ് ഉണ്ടല്ലോ. ഏതാണ്? 26th ജാനുവരി 1950 ആണോ? അല്ല. അവിടെ ആൻസർ ആയിട്ട് വരുന്നത്
26th November 1949 ആണ്. ഓക്കെ, എന്താണ് 26th November 1949 എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫൈനലി അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 26th November 1949 ഓർത്ത് വെച്ചിരിക്കുക. ആൻഡ് മൂവിംഗ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, who among the following was the chairman of the state committee of the constituent assembly? The constituent assemblyയില് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, സ്റ്റേറ്റ് കമ്മിറ്റിയാണ്, സ്റ്റിയറിംഗ് കമ്മിറ്റി അല്ല, മാറിപ്പോകരുത്. സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. സ്റ്റേറ്റ് കമ്മിറ്റി ആണെങ്കിൽ അതിന്റെ ചെയർമാൻ ആയിട്ടുള്ളത് ആരായിരുന്നു? അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ UPSC പരീക്ഷകളിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് ഡിഗ്രി പ്രിലിംസിന് വന്നിരുന്ന ഒരു ചോദ്യം അല്ലെ. അപ്പൊ അവിടെ ആ ഒരു എലക്ഷൻ എങ്ങനെയായിരുന്നു? ഡയറക്റ്റ് എങ്ങനെ തെരഞ്ഞെടുത്ത? ഡയറക്ട്ലി നോമിനേറ്റഡ് ആണോ, ഡയറക്ട്ലി എലക്റ്റഡ് ആണോ, അതോ പകുതി നോമിനേഷൻ പകുതി എലക്ഷൻ ആണോ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ലായിരുന്നു. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ഇതുപോലുള്ള പരീക്ഷകളിൽ നിന്നാണ് എടുത്ത് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമുക്ക് ആ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള കമ്മിറ്റികൾ അല്ലെ, കമ്മിറ്റീസ് എന്നുള്ള കമ്മിറ്റികൾ, ഓക്കെ, കമ്മിറ്റികൾ എന്നുള്ള ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ പേര് എന്ത് ചെയ്യും? പഠിക്കാൻ പാടാണ്, പഠിച്ചിട്ട് മാറിപ്പോകുന്നു, തിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അത് സ്കിപ്പ് ചെയ്യും. ഓക്കെ, അത് പഠിക്കേണ്ട, ബാക്കിയുള്ളത് പഠിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് കുറെ പേര് എന്ത് ചെയ്യാറുണ്ട്? ആ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ നല്ലതുപോലെ ആത്മവിശ്വാസത്തോടെ എന്നെ കൊണ്ട് പറ്റും എന്ന ധൈര്യത്തോടു കൂടി, എനിക്ക് ഒരു മാർക്ക് പോലും ഇമ്പോർട്ടന്റ് ആണ് എന്ന ആ ഒരു രീതിയിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരെന്ത് ചെയ്യും? ഈ ഒരു ഏരിയ നല്ല പോലെ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഏരിയ അവർക്ക് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ്. സോ ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കി പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുക. സോ ഇത് പാടുള്ള ഏരിയ ആണ്, അത് ഈസി ഉള്ള ഏരിയ ആണ്, ഈസി മാത്രം പഠിച്ചിട്ട് പോകാം, പാടുള്ളത് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഒരുപാട് വർഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തതേ ഉള്ളൂ. ഇത് പറയാത്ത ആൾക്കാർ എന്ത് ചെയ്യും? നേരെ ഈ ഒരു ജോലിയിലൊക്കെ കയറുകയുണ്ടാവും. ഓക്കെ, അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പം ഇതുപോലെ ഇങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ഒക്കെ ഇപ്പം ഇതുവരെ സ്കിപ്പ് ചെയ്തിട്ട് പോയവരുണ്ടാകും. അവരെല്ലാം ഇനിയെങ്കിലും ഈ ഒരു പരീക്ഷയ്ക്കെങ്കിലും നമ്മൾ എന്തായാലും ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ ഇനിയെങ്കിലും കുറച്ച് എഫേർട്ട് എടുത്ത് തന്നെ നിങ്ങൾ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് കൂടുതലും വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. സോ അത് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത് ഇത്രയുമാണ് നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങളൊന്ന് കമന്റ്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഡിഗ്രി ലെവൽ കണ്ടന്റ്സ്, കാര്യങ്ങൾ, നോട്ടിഫിക്കേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ചാനലിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.